നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Q&A ആണ്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള Q&A ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൽ ഫസ്റ്റിലെ ചോദ്യം ഇതാണ്: പ്രധാന കുറ്റകൃത്യം ബലാത്സംഗം. ബലാത്സംഗം നടന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചോദ്യം. ബലാത്സംഗം നടന്നിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യം: ഗർഭം അലസിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം അലസിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. മൂന്നാമതായിട്ട് അവരുടെ നഗ്ന വീഡിയോ ചിത്രങ്ങൾ അഥവാ ന്യൂഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അവർ പ്രദർശിപ്പിക്കുമെന്നുള്ളത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ചോദിക്കാനുള്ള നാലാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണ സമ്മതപ്രകാരമായിരുന്നോ ബലാത്സംഗം, അഥവാ ആ സ്ത്രീയുടെ സമ്മതപ്രകാരം തന്നെ ആയിരുന്നോ ബലാത്സംഗം നടന്നത് എന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള എൻ്റെ ഒരു ചോദ്യമാണ്: രാഹുൽ എന്തിനാണ് ഒളിവിൽ കഴിയുന്നത്? ഇത്രയും ദിവസമായിട്ട് രാഹുൽ എന്തിനാണ് ഒളിവിൽ കഴിയുന്നത്? അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണ്, എനിക്കറിയാത്തത് കൊണ്ടാണ്. പിന്നെ ആറാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്: എന്തുകൊണ്ട് രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ല? ഇത്രയും ദിവസമായിട്ട് നമുക്ക് രാഹുലിനെ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല? കേരള പോലീസിന് രാഹുലിനെ കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? രാഹുൽ എവിടെയാണ്? രാഹുലിനെ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല? ഇപ്പൊ ഗോവിന്ദ ജാമ്യമൊക്കെ ജയിലിൽ നിന്ന് ചാടിയാറ്റത് പിറ്റത്തെ ദിവസം തന്നെ ആളെ പിടിച്ചു. അപ്പൊ അതുപോലെ തന്നെ രാഹുലിനെ എന്തുകൊണ്ട് പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല? പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ രാഹുൽ പുറത്തു വരുമോ? അഥവാ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ പുറത്തു വരുമോ? കമന്റ് അടിക്കട്ടോ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്: രാഹുൽ മാങ്കൂട്ടത്തിന് കേരള രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. പഴയതുപോലെ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാൻ സാധിക്കുമോ? അതോ പഴയ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുമോ? ജനപിന്തുണ കിട്ടുമോ? എങ്ങനെയായിരിക്കും ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതൊന്നും അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തും. ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തുടരുമോ? തുടർന്നു കഴിഞ്ഞാൽ തന്നെ പഴയ ജനപിന്തുണ ലഭിക്കുമോ? അതും കൂടെ ഒന്ന് പറയണേ. പിന്നെയുള്ള ഒരു പ്രധാന ചോദ്യം ഇതാണ്: ഇന്നത്തെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടുമോ എന്നാണ്. അദ്ദേഹത്തിനെതിരെ വീണ്ടും ബലാത്സംഗ കേസിന് വീണ്ടും ഒരു കേസ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കേസിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതും കൂടെ ഒന്ന് ആൻസർ ചെയ്യാം. ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തു വരാനാകുമോ? ക്വസ്റ്റ്യൻ ആണ്. ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തു വരാനാകുമോ? പിന്നെയുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്: രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി, ഫ്യൂച്ചർ എന്തായിരിക്കും? വരാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി മത്സരിക്കാൻ പറ്റുമോ? ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ രാഹുലിന് ഇനി മത്സരിക്കാൻ പറ്റുമോ? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ളതിലൊക്കെ രാഹുലിന് ഇനി മത്സരിക്കാൻ പറ്റുമോ? രാഹുലിന് ആ ഒരു പഴയ ഒരു ജനപിന്തുണ കിട്ടുമോ? പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗൈസ്, ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അറിയില്ല, നിങ്ങൾ ആൻസർ ചെയ്യാട്ടോ. കമന്റ് ആയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ രാഹുലിന് പാർട്ടിയിൽ തുടരാൻ പറ്റുമോ? കോൺഗ്രസ് പാർട്ടിയിൽ രാഹുലിന് ഇനി തുടരാൻ പറ്റുമോ? പഴയ MLA സ്ഥാനം രാഹുലിന് കിട്ടുമോ? പിന്നെ ഇപ്പോൾ കണ്ടത് മാധ്യമ റിപ്പോർട്ടിൽ ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു പുതിയ ഒരു ഇതാണ് പറയുന്നത്: കെ മുരളീധരനും VT സതീശനും രമേശ് ചെന്നിത്തലയും രാഹുലിനോട് ഒരു ദയവും പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണമെന്ന നിലപാടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളിൽ കണ്ടതാണ്. അത് ശരിയാണോ? പിന്നെ KC വേണുഗോപാലാണ് രാഹുലിന്റെ ജാമ്യം ലഭിക്കുന്നത് വരെ കാത്തിരിക്കാം എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? പിന്നെ രാഹുലിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമോ? പിന്നെ ചോദിക്കാനുള്ളത്: രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ ഇതുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണം കള്ളക്കടത്ത് അതിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ഇതായിട്ടാണോ ഇതിനെ കാണുന്നത്? അതോ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തത് കൊണ്ട് അതിൻ്റെ ശ്രദ്ധ ഇവിടെ നിന്ന് മാറ്റിയിടാനുള്ള മറ്റെന്തെങ്കിലും ഇതിൻ്റെ പുറകിൽ ഉണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. മീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.